Hi guys. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രം എ റൂൾസ് ബേസ്ഡ് വേൾഡ് ടു ഷാംബോളിക് ഡിസോർഡർ എന്നുള്ളതാണ്. ഒരുപാട് ലോകരാജ്യങ്ങളും അവരുടെ എഫക്ട്സും പോളിസീസും എങ്ങനെയാണ് വേൾഡിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ എല്ലാ ന്യൂസിലും ചെയ്യുന്നത് പോലെ ഫസ്റ്റ് വി വിൽ ലുക്ക് ഇൻ ടു ദി പ്രിലിംസ് ആൻഡ് മെയിൻസ് റെലവൻസ് ഓഫ് ദിസ് പർട്ടിക്കുലർ ന്യൂസ്. അപ്പോൾ പ്രിലിംസിൽ നമുക്കറിയാം GS പേപ്പർ 1 അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് വിച്ച് ഈസ് ദി കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ്. അതേപോലെ തന്നെ മെയിൻസിൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 അണ്ടറിൽ വരുന്നൊരു ടോപ്പിക്കാണ് ഇഫക്ട്സ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പോറ. So, first we'll look on to the background of this particular news, which is even before Donald Trump's presidency, global uncertainty across sectors and regions was on the rise. So, policymakers, strategists, and business leaders recognized the warning signs and started preparing for the worst. However, some experts remained optimistic. They believed that advanced analytical tools and strategic methodologies could help manage and reduce this uncertainty. അപ്പോൾ നമ്മൾ ട്രംപിൻ്റെ ടാരിഫ് പോളിസീസും അതേപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. എങ്ങനെയാണ് ട്രംപിൻ്റെ പോളിസീസ് ബാക്കിയുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ എക്കണോമിയെ തന്നെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ബാക്കിയുള്ള എഫക്ട്സ് ഒക്കെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നേരത്തെ ഉള്ള അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഈ ഒരു ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻസിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർ വേൾഡ് വാസ് ഓൾറെഡി ബിക്കം മോർ അൺസർട്ടൈൻ അല്ലേ. ഇപ്പോൾ ഗവൺമെൻറ് ലീഡേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ലീഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനി അതർ ഫീൽഡ് നോട്ടീസ് ദിസ് ആൻഡ് ബിഗാൻ ഗെറ്റിംഗ് റെഡി ടു ഫേസ് ദി പോസിബിൾ പ്രോബ്ലംസ്. സോ പക്ഷേ എന്നാൽ കൂടി ചില എക്സ്പേർട്സ് വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് അവർ വിചാരിച്ചു, അതായത് ദേ തോട്ട് ദാറ്റ് യൂസിങ് സ്മാർട്ട് ടൂൾസ് ആൻഡ് കെയർഫുൾ പ്ലാനിങ് കുഡ് ഹെൽപ്പ് ഡീൽ വിത്ത് ദി അൺസർട്ടനിറ്റി ആൻഡ് മേക്ക് തിങ്സ് മോർ മാനേജബിൾ എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആൻഡ് നമുക്കിനി നോക്കാനുള്ളത് ഈ ഒരു ലീഡർ ലെഡ് ഡിസ്ട്രപ്ഷൻസ് ആണ്. ഒരു ഗ്ലോബൽ ഓവർവ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ്, അതായത് ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും US-യും ഇപ്പോൾ യുക്രൈനും റഷ്യയായിട്ടുള്ള വാറൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ യൂറോപ്പിൽ. സോ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സും അവരുടെ ആ ഒരു ഇനി വരാൻ പോകുന്ന വേൾഡിൽ അവരുടെ റോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ ചൈനയുടെ ഷി ജിൻപിങ് ആണെങ്കിലും അതേപോലെ നമ്മുടെ വ്ളാഡിമിർ പുടിൻ ആണെന്നുണ്ടെങ്കിലും ഡൊണാൾഡ് ട്രംപ് ആണെന്നുണ്ടെങ്കിലും വ്ളാഡിമിർ സെലൻസ്കി ആണെന്നുണ്ടെങ്കിലും they are playing big roles in changing the way the world works എന്നുള്ളതാണ്. They often bring about changes in bold or disruptive ways. അപ്പോൾ ഒരുപാട് ആൾക്കാർ എപ്പോഴും വിചാരിക്കുന്നത് വി ആർ എൻ്ററിങ് ഇൻ ടു എ ന്യൂ ചാപ്റ്റർ ഇൻ ഹിസ്റ്ററി എന്നാണ്. അപ്പോൾ ഒരു വേൾഡ് വാർ 2 രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇനിയൊരു റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരു വേൾഡ് പവേഴ്സ് എന്നാണ് മെനി എക്സ്പേർട്സും പറയുന്നത്. അങ്ങനെയാണ്. സോ one that could replace the global system that's been in place since the end of the World War II. So these leaders are seen as catalysts for change, often through disruptive or confrontational means and all. Influential figures, നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ഷി ജിൻപിങ് ഫ്രം ചൈന, വ്ളാദിമിർ പുതിൻ റഷ്യ, ഡൊണാൾഡ് ട്രംപ് ഫ്രം USA, and വ്ളാദിമിർ സെലൻസ്കി യുക്രൈൻ are actively shaping and destabilizing the existing world order. So many experts believe this marks the beginning of a new historical phase with the potential to overturn the post-World War II global system. So next നമുക്ക് നോക്കാനുള്ളത് the US and its declining democratic stability എന്നുള്ളതാണ്. സോ ഇവിടെ US-ൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നോക്കാനുണ്ട്. സോ അമേരിക്ക ഈസ് നൗ ഡീപ്ലി പോളറൈസ്ഡ് അല്ലേ, വീക്കനിങ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഗ്ലോബലി. Domestic discord is undermining the US image as a stable democratic leader. Trump's tariff wars reflect a transactional and inward looking economic policy. These actions have disrupted global trade, leading to reduced US growth and a drop in GDP. സോ ഈ ട്രംപ്നോമിക്സ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോസിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാസ് നെഗറ്റീവ്ലി എഫക്റ്റഡ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഈ ഒരു ട്രംപ്നോമിക്സ് ലൈക്ക് ഹാർഡ്വേർഡ് ആൻഡ് കൊളംബിയ, എസ്പെഷ്യലി ബൈ ടാർഗറ്റിംഗ് ഫോറിൻ സ്റ്റുഡൻസ്. So this crackdown is expected to harm the US economy. Foreign students contribute nearly 40 billion and support nearly 4 lakhs jobs and its long-term innovative edges and also
ഈ ഒരു ഇത്രയും പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് കടക്കാം. സോ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ന്യൂസിൽ ഈ ട്രംപിൻ്റെ ഓരോ പോളിസീസ് കേൾക്കുന്നത് നമുക്ക് ഈ ഒരു അമേരിക്ക ഫസ്റ്റ് പോളിസി ഒക്കെ നമ്മൾ റീസെൻ്റ്ലി ന്യൂസിലും കാര്യങ്ങളിലും അതേപോലെ നമ്മുടെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഒരു അമേരിക്കയുടെ ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഇപ്പോൾ അമേരിക്ക ഭയങ്കര ഡിവൈഡഡ് ആണല്ലേ, വിച്ച് ഈസ് ഹേർട്ടിങ് ഇറ്റ്സ് ഗ്ലോബൽ പവർ ആൻഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഓൾ. അവരുടെ കൺട്രിയുടെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വിച്ച് വിൽ എന്താ പറയുക, ആ ഒരു സ്ട്രോങ്ങും സ്റ്റേബിളുമായിട്ടുള്ളൊരു ഡെമോക്രസിയിൽ നിന്നും അമേരിക്ക മാറി തുടങ്ങിയിരിക്കുന്നു. ആൻഡ് ട്രംപിൻ്റെ ഈ ഒരു ട്രേഡ് വാറും കാര്യങ്ങളൊക്കെ ഫോക്കസ് ഓൺ ഷോർട്ട് ടേം ആൻഡ് അയാളുടെ അമേരിക്കൻ ഫസ്റ്റ് പോളിസീസ് ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മൂവ്സ് എല്ലാം ദേ ഹാവ് ഡിസ്റപ്റ്റഡ് ഗ്ലോബൽ ട്രേഡ്. അതായത് യു എസിൻ്റെ ആ ഒരു ഗ്രോത്തിനെയൊക്കെ ഇത് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അവരുടെ എക്കണോമിക്ക് തന്നെയാണ് ഇപ്പോൾ ഇത് എന്താ പറയുക ഹാമായിട്ട് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ട്രംപിൻ്റെ പോളിസീസ്, അതിനെ നമ്മൾ ഇപ്പോൾ ട്രംപോണോമിക്സ് എന്നൊക്കെ നമ്മളിപ്പോൾ കളിയാക്കി വിളിക്കാറുണ്ടല്ലേ. ആൻഡ് ദാറ്റ് ഓൾസോ മെയ്ഡ് ഇറ്റ് ഹാർഡർ ഫോർ ഫോറിൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി അറ്റ് ടോപ്പ് സ്കൂൾസ് ലൈക്ക് ഹാർഡ്വേർഡ് ആൻഡ് കൊളംബിയ ആൻഡ് ഓൾ. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഫോറിൻ സ്റ്റുഡൻസ് ആണ് അബൌട്ട് 40 ബില്യൺ, അതായത് ആ ഒരു എക്കണോമിയുടെ ഒരു മേജർ ഷെയർ കൊണ്ടുവരുന്ന ഈ ഒരു ഫോറിൻ സ്റ്റുഡൻസ് ആണ്. ആൻഡ് അവർ 4 ലക്ഷത്തോളം ജോബ്സിനെ യു എസിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് എ പ്രോബ്ലം ബിക്കോസ് ഫോറിൻ സ്റ്റുഡൻസ് ബ്രിങ് ഇൻ അബൌട്ട് 40 ബില്യൺ ആൻഡ് സപ്പോർട്ട് 4 lakhs ജോബ്സ് ഇൻ യു എസ്. സോ ഇവരെ മാറ്റി കഴിഞ്ഞാൽ ലൈക്ക് പുഷിങ് ദം എവേ കുഡ് ഹേർട്ട് ബോത്ത് ദി എക്കോണമി ആൻഡ് അമേരിക്കാസ് എബിലിറ്റി ടു സ്റ്റേ ഇന്നോവേറ്റീവ് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കിയത് അമേരിക്കയുടെ ആ ഒരു എന്താ പറയുക, ഡിക്ലൈൻ ചെയ്യുന്നവരുടെ ഒരു ഡെമോക്രാറ്റിക് സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ചും കൂടി ഗ്ലോബലി കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, വിച്ച് ഈസ് മെയിൻലി ഇൻ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യ റൈറ്റ് നൗ. യൂറോപ്പിൻ്റെയും വെസ്റ്റ് ഏഷ്യയുടെയും അതേപോലെ അതർ റീജിയണൽ ഫ്ലാഷ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വി വിൽ ലുക്ക് ഓൺ ടു യൂറോപ്പ്. അപ്പോൾ നമുക്കറിയാമല്ലോ, യൂറോപ്പിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു റഷ്യയും യുക്രൈനും തമ്മിലുള്ള വാർ കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു നാറ്റോ നിങ്ങൾക്കറിയാം, അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതൊരു മിലിറ്ററി അലയൻസ് ആണ്, വിച്ച് വാസ് ഫോംഡ് ഇൻ 1949 ബൈ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ ആൻഡ് സെവറൽ അതർ യൂറോപ്യൻ കൺട്രീസ്. ഇവരുടെ ഒരു മെയിനായിട്ടുള്ള ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ, ഇവരുടെ ആ ഒരു മെമ്പർ കൺട്രിയിൽ ഏതെങ്കിലും ഒരാൾ അറ്റാക്ക് ചെയ്യപ്പെട്ടാൽ ബാക്കിയുള്ള എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. ദ മെയിൻ ഐഡിയ ഇസ് ദാറ്റ് ഇഫ് വൺ മെമ്പർ കൺട്രി ഈസ് അറ്റാക്ട്, ഓൾ ദ അതേഴ്സ് വിൽ ഹെൽപ്പ് ഡിഫെൻഡ് ഇറ്റ്. ഇതിന് പറയുന്നത് ഒരു കളക്റ്റീവ് ഡിഫെൻസ് എന്നാണ് അല്ലേ. ഈ ഒരു നാറ്റോ ശരിക്കും ഒറിജിനലി ഇറ്റ് വാസ് ക്രിയേറ്റഡ് ടു protect against the threat of Soviet Union after World War II, but it still exists today and now include 31 member countries and all. And it focuses on maintaining peace and security, especially in Europe and North America. അപ്പോൾ ഈ ഒരു നാറ്റോയുടെ ഈ ഒരു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ തന്നെ ഇപ്പോൾ വളരെയധികം അൺക്ലിയർ ആയിട്ടിരിക്കുകയാണ്. ആൻഡ് യൂറോപ്യൻ യൂണിയൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ സീംസ് മോർ വീക്കർ ആൻഡ് ലെസ് യുണൈറ്റഡ് റൈറ്റ് നൗ. പിന്നെ ട്രംപ് ഒരുപാട് ഇപ്പോൾ യൂറോപ്പിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടല്ലേ, അവർ ദേ ആർ നോട്ട് ഡൂയിങ് ഇനഫ് ഓൺ ഡിഫെൻസ് ആൻഡ് ഹാസ് മെയ്ഡ് യൂറോപ്യൻ കൺട്രീസ് മോർ വെറീഡ് ആൻഡ് അൺഷുവർ ഓഫ് ദംസെൽഫ് എന്നുള്ളതാണ്. ഇതാണ് യൂറോപ്പിൻ്റെ കേസ്. സോ നമ്മൾ പറഞ്ഞത്, ദ വാർ വിത്ത് റഷ്യ ഓവർ യുക്രൈൻ ഹാസ് പെർസിസ്റ്റഡ് ഫോർ more than 3 years and the future of NATO is uncertain. The European Union appears weakened and less cohesive. Trump's criticism of Europe's military self-reliance has deepened internal anxieties. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വെസ്റ്റ് ഏഷ്യയുടെ കാര്യമാണ്. ഓക്കെ, സോ നമുക്കറിയാമല്ലേ, വെസ്റ്റ് ഏഷ്യയിൽ ആ ഒരു ഇസ്രായേൽ ഗസ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, വെസ്റ്റ് ഏഷ്യയിൽ അല്ലെങ്കിൽ പൊതുവേ കുറച്ച് പ്രോബ്ലമുള്ള ഏരിയ ആണ്. ആൻഡ് ഇസ്രായേൽസ് അഗ്രസീവ് ആക്ഷൻസ് ഇൻ ഗസ ആർ ലിങ്ക് ടു എ പൊഗ്രം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് മാസക്കർ എന്ന് പറയുക, ഒരു പർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പിൻ്റെ ഒരു ഓർഗനൈസ്ഡ് മാസക്കർ എന്ന് നമുക്ക് ഈ ഒരു പൊഗ്രം എന്നുകൊണ്ട് പറയാം. അപ്പോൾ ദ യു എസ് ആൻഡ് ദ വെസ്റ്റേൺ പവേഴ്സ് ഹാവ് റിഫ്രെയിൻ ഫ്രം റിസ്ട്രെയിനിങ് Israel PM Netanyahu, and Israel is allegedly attempting to redraw regional borders for expanded dominance and all. വെസ്റ്റ് ഏഷ്യയുടെ കാര്യം നമുക്ക് ഈ ഒരു ടോപ്പിക്കല്ല, വെസ്റ്റ് ഏഷ്യ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതൊരു വേറെ തന്നെ ഒരു ഡിസ്കഷനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. ആൻഡ് ഇവിടെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ ഒരു ഇസ്രായേലിൻ്റെ ആ ഒരു ആക്ഷൻസ് ഇൻ ഗാസ ആർ ബീയിങ് കമ്പയർഡ് ബൈ സം ടു എ വയലന്റ് ആൻഡ് ടാർഗറ്റഡ് അറ്റാക്ക്. നമുക്കറിയാമല്ലേ, അത്രയും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള അറ്റാക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു US ആണെന്നുണ്ടെങ്കിലും അല്ല അതർ വെസ്റ്റേൺ കൺട്രീസ് ആണെന്നുണ്ടെങ്കിലും അവരൊന്നും അധികം അവരുടെ എഫേർട്ടൊന്നും ഇടുന്നില്ല അല്ല ഈ ഒരു നെതന്യാഹുവിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരാരും അധികം എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. പൊതുവേ ഒരു സപ്പോർട്ട് പോലെയാണ് അവർ നിൽക്കുന്നത്. സോ ഇതിനിടയിൽ ഇസ്രായേൽ വേറൊരു പരിപാടിയും കൂടി ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ആ റീജിയണിലെ ബോർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇസ്രായേൽ ഈസ് ട്രൈങ് ടു ചേഞ്ച് ബോർഡേഴ്സ് ഇൻ ദ റീജിയൻ. എന്തിനാണ്? ടു ഗെയിൻ മോർ കൺട്രോൾ. ഇതാണ് വെസ്റ്റ് ഏഷ്യയുടെ ഒരു കാര്യം. ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഓക്കെ, വെസ്റ്റ് ഏഷ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ യൂറോപ്പും വെസ്റ്റ് ഏഷ്യയും ഒക്കെ പറഞ്ഞു. ഇനി നമുക്കറിയാലോ, ഓവറോൾ സെവറൽ റീജിയൻസ് അറൗണ്ട് ദ വേൾഡ് ആർ ഫേസിങ് സീരിയസ് കോൺഫ്ലിക്ട്സ് ആൻഡ് ഇൻസ്റ്റെബിലിറ്റി. നമ്മൾ സിറിയയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിറിയയുടെ ഒരു പുതിയ ലീഡറായിട്ടുള്ള ഈ ഒരു അഹമ്മദ് അൽ ഷറയുടെ അണ്ടറിലെ അവരുടെ ആർമിയും അതേപോലെ സെക്യൂരിറ്റി ഫോഴ്സസിനൊക്കെ അവർ പിരിച്ചുവിട്ടു. അതേപോലെ തന്നെ അലാവൈറ്റ് ഒഫീഷ്യൽസ്, അവരുടെ കുറച്ച് ഒഫീഷ്യൽസിനൊക്കെ അവർ റിമൂവ് ചെയ്തു. അതേപോലെ പൊളിറ്റിക്കൽ പാർട്ടീസിനെയൊക്കെ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ ഈ ഒരു പവർ വാക്കം ഈസ് ഹെൽപ്പിംഗ് ഇസ്രായേൽ ഇൻക്രീസ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ റീജിയൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയനിൽ ഇസ്രായേലിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൂടി വരാനാണ് ഈ സംഭവങ്ങളൊക്കെ വഴിവെക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നോർത്ത് ആഫ്രിക്കയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എത്യോപ്യയും അതേപോലെ എറിട്രിയയും ഒക്കെ അവരും പിന്നെ ഇപ്പോൾ കോൺഫ്ലിക്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദേ ആർ ബ്രിങ്ങിങ് ബാക്ക് ദ ഓൾഡ് ടെൻഷൻസ് ഇൻ നോർത്ത് ആഫ്രിക്ക. അതേപോലെ ഇപ്പോൾ ടർക്കിയിലെ ഈ ഒരു പ്രസിഡന്റ് എർഡോഗൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ മെയിൻ ഒപ്പോണന്റിനെ ഇലക്ഷന് മുമ്പേ പിടിച്ച് ഇപ്പോൾ ജയിലിലിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് കോസിങ് പൊളിറ്റിക്കൽ ടെർമോയിൽ ഇൻ ടർക്കി ഓൾസോ. അതേപോലെ ഇപ്പോൾ ഇറാനും ഇസ്രായേലിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിന് ഇപ്പോൾ ടെൻഷൻ കൂടി വരികയാണല്ലോ. ഇറാൻ്റെ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിന് അതിൻ്റെ ഒരു ടെൻഷനാണ്. ഇസ്രായേൽ മൈറ്റ് സ്ട്രൈക്ക് ഇറാൻ ഓവർ കൺസേൺസ് അബൌട്ട് ഇറ്റ്സ് ന്യൂക്ലിയർ പ്രോഗ്രാം. അപ്പോൾ ഇറാൻ്റെ ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമിനെ ഇവർ കുറേ കാലമായിട്ട് ഇസ്രായേൽ പറയുന്നല്ലോ ഇറാൻ അത് ചെയ്യരുത്. അതേപോലെ അമേരിക്കയും ഇതിനിടയിൽ ഇടപെടുന്നുണ്ട്. അവർ തമ്മിൽ ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഇറാൻ പറഞ്ഞിട്ടുണ്ട് ചർച്ച നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പിന്നെയുള്ളൊരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്സ്, ഈ ഒരു ISIS സംഘടനകൾ ഇപ്പോൾ കുറേ രാജ്യങ്ങളിൽ അവരിപ്പോൾ അവരുടെ ശക്തി കൂടി വരുന്നുണ്ട്. ദേ ആർ റിട്ടേണിങ്, എസ്പെഷ്യലി മൊസംബിക്കിലും അതേപോലെ കോങ്കോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും നോർത്ത് ആഫ്രിക്കയിലും അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ ഒരു ISISന്റെ ഗ്രൂപ്പ്സ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞു, സിറിയയുടെ കാര്യം പറഞ്ഞു, അഹമ്മദ് അൽ ഷറ ആ ഒരു പുതിയ ലീഡറിൻ്റെ അണ്ടറിൽ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു പവർ വാക്കം അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഇസ്രായേലിന് പവർ കൂടുന്നു. അതേപോലെ നോർത്ത് ആഫ്രിക്കയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ടർക്കിയിൽ ഒരു പൊളിറ്റിക്കൽ ടർമോയിൽ ഉണ്ടാകുന്നു. ഇസ്രായേലും ഇറാനും തമ്മിൽ ഇപ്പോൾ അടി ഉണ്ടാവുന്നുള്ള പോലെയാണ് നിൽക്കുന്നത്. അതേപോലെ ISIS ഗ്രൂപ്പ്സ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഒരു നല്ല സൂചന അല്ല അല്ലേ കാണിക്കുന്നത്. സോ ദ വേൾഡ് ഈസ് ബിക്കമിങ് മോർ അൺസർട്ടൈൻ നൗ എ ഡേയ്സ്. എന്തും എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളത് പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഏഷ്യയുടെ കാര്യമാണ്. ഇവൻറ്റ്സ് ഇൻ ഏഷ്യ, എ ഗ്രോയിങ് വെബ് ഓഫ് ടർമോയിൽ ആൻഡ് സ്ട്രാറ്റജിക് ഷിഫ്റ്റ്സ്. So the international community has shown indifference to the growing crisis in parts of Asia. നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും ഒക്കെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് കൺട്രീസ് ഫേസ് സീരിയസ് ഇന്റേണൽ അൺറസ്റ്റ് ആൻഡ് ഇൻസ്റ്റെബിലിറ്റി. Terrorist groups like ISIS and its affiliates are researching a new wave of terror attack is unfolding. Some linked to old outfits such as Al Qaeda and ISIS, others form new groups and ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഏഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ ബോത്ത് സ്ട്രഗിളിങ് വിത്ത് സീരിയസ് ഇന്റേണൽ പ്രോബ്ലംസ്. അവരുടെ രാജ്യത്തിനുള്ളിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് പൊളിറ്റിക്കൽ ആണെന്നുണ്ടെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എക്കണോമി ആണെന്നുണ്ടെങ്കിലും എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അതേപോലെ ഈ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ്സ്, ഈ ഒരു ISISഉം അതേപോലെ അൽ ഖ്വയ്ദയും അവർ പിന്നെയും ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആൻഡ് there are new wave of terror attacks, some by old groups and some by new ones. ഇതിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള റീസെൻ്റ് എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് അല്ലേ. April 22 26 ടൂറിസ്റ്റിനെയാണ് പഹൽഗാമിലെ ടെററിസ്റ്റുകൾ അറ്റാക്ക് ചെയ്തത്. 26 പേർക്കാണ് ജീവൻ നഷ്ടമായത് കാശ്മീരിൽ. സോ ഏഷ്യ ഈസ് ഫേസിങ് മോർ ആൻഡ് മോർ ട്രബിൾസ് ബട്ട് ദ വേൾഡ് ഈസ് ഇൻ പേയിങ് മച്ച് അറ്റൻഷൻ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് അതർ സൗത്ത് ഏഷ്യൻ കൺട്രീസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശ് ആണെന്നെങ്കിലും മ്യാൻമാർ ആണെന്നുണ്ടെങ്കിലും നേപ്പാൾ ആണെങ്കിലും ദേ ആർ ഓൾസോ ഫേസിങ് വേരിയസ് ഫോംസ് ഓഫ് ഇൻറ്റേർണൽ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ടർമോയിൽ അല്ലേ.
അവരും ഒരുപാട് ഇന്റേണൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട്. നമ്മുടെ ബംഗ്ലാദേശും മ്യാൻമാറും നേപ്പാളും ഒക്കെ നമ്മുടെ അടുത്തുള്ള അയൽ രാജ്യങ്ങൾ. അതേപോലെ ചൈനയും തായ്വാനുമായിട്ടുള്ള ടെൻഷൻസ് ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ആ ഒരു ടെൻഷൻ ഇപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് അവർ തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ സോൾവ് ആയിട്ടില്ലെങ്കിലും ഇപ്പോൾ ഫർദർ ആ ഒരു ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ചൈനയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ ട്രംപിനെ പൂട്ടാന്നാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. അവർ കൂടുതൽ ഒരു എക്കണോമിക് ചാലഞ്ചസിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നാണ് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ട്രംപിനെ പൂട്ടാം എന്നുള്ളൊരു സംഭവമാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ വേറൊരു ഇതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ചൈന ഈസ് കറൻ്റ്ലി മോർ ഫോക്കസ്ഡ് ഓൺ മാനേജിങ് ഇറ്റ്സ് economic challenges and countering Trump's tariff policies and all. അതേപോലെ ഇപ്പോൾ നമ്മൾ ചൈനയുടെയും ഇന്ത്യയുടെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൈന ഇന്ത്യ റൈവലറി, സോ ഈ ഒരു കോമ്പറ്റീഷൻ ഫോർ റീജിയണൽ ഇൻഫ്ലുവൻസ് ഇൻ ഏഷ്യ റിമെയിൻസ് ഇൻറ്റൻസ് അല്ലേ. ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ടെൻഷൻ എസ്കലേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു റീസെൻ്റ്ലി. പക്ഷേ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ആ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ലഡാക്കിൻ്റെ കാര്യത്തിൽ. ഇറ്റ് ഈസ് റിട്ടേണിങ് ടു പീസ് ആൻഡ് ഓൾ, ബട്ട് ദ മിസ്ട്രസ്റ്റ് പെർസിസ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഉള്ളത് ചൈനയുടെ ആ ഒരു എക്സ്പാൻഡിങ് നേവൽ റീച്ചാണ്. ചൈന ഈസ് ഇൻക്രീസിങ് ഇറ്റ്സ് മിലിറ്ററി ഓർ നേവൽ പ്രസൻസ് എക്സ്റ്റെൻഡിങ് ബിയോണ്ട് ദി 9 ലൈൻ ഇൻ ടു ദ സൗത്ത് പസഫിക്. നമ്മളൊരു 9 ലൈൻ എന്നൊരു കാര്യം പറഞ്ഞു അല്ലേ, ഇതൊരു നിങ്ങൾക്കറിയാം സൗത്ത് ചൈന സീ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു 9 ലൈൻ എന്നത് ചൈനയുടെ ഒരു ടെറിട്ടോറിയൽ ക്ലെയിം ആണ് ഇൻ ദി സൗത്ത് ചൈന സീ. അവർ പറയുന്നത് ഇറ്റ് ഈസ് എ ലൈൻ ദാറ്റ് മാപ്സ് ഔട്ട് ഏരിയാസ് ചൈന ക്ലെയിംസ് ആസ് പാർട്ട് ഓഫ് ഇറ്റ് സോവറിയൻ ടെറിട്ടറി എന്നുള്ളതാണ്. ചൈനയുടെ സോവറിയൻ ടെറിട്ടറി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ 9 ലൈനും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ കോസ്റ്റ് ലൈനേക്കാളും കുറേ കൂടുതലാണ് കേട്ടോ. ഈ ഒരു സൗത്ത് ചൈനയുടെ ഒരു മേജർ പോർഷൻ തന്നെ ഇവർ കവർ ചെയ്തിട്ട് ഇവർ പറയണത് അത് നമ്മുടെ ഏരിയ ആണെന്നാണ് അവർ പറയുക, ചൈന. സോ ഇത് ശരിക്ക് ഈ ഒരു ദിസ് ലൈൻ ഒറിജിനലി ഹാഡ് 11 ഡാഷസ്. ഓക്കെ, പക്ഷേ അത് then it was reduced later to 9 after China adjusted the map. അപ്പോൾ the area includes waters and islands that are also claimed by other countries like Vietnam, Philippines, Malaysia, Brunei, and these are all leading to significant disputes and all. അപ്പോൾ ചൈന ഈ ഒരു 9 ലൈൻ എന്നുള്ള അതിൻ്റെ ഈ ഒരു 9 ലൈനിലുള്ള കൺട്രോൾ ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ക്രിട്ടിക്കൽ ഷിപ്പിംഗ് റൂട്ട് ആൻഡ് പൊട്ടൻഷ്യലി റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് ഓയിൽ ആൻഡ് ഗ്യാസ്. സോ ദിസ് ഹാസ് കോസ് ടെൻഷൻസ് വിത്ത് നൈബറിംഗ് കൺട്രീസ് ആൻഡ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസ് ആൻഡ് ഓൾ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ചൈനയുടെ ഒരു എക്സ്പാൻഡിങ് സബ്മറൈൻ പ്രസൻസ് ആണ് ഇന്ത്യൻ ഓഷ്യനിൽ. സോ ഈ ഒരു ഏഷ്യൻ കോണ്ടിനെൻസ് ഇറ്റ് ഈസ് ഫേസിങ് എ കോംപ്ലെക്സ് മിക്സ് ഓഫ് ടെറർ ത്രെറ്റ്സ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും ജിയോ പൊളിറ്റിക്കൽ റൈവലറീസ് ആൻഡ് ഓൾ. അപ്പോൾ ഏഷ്യൻ കോണ്ടിനെന്റിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഫേസിങ് നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇവിടെ ഫേസ് ചെയ്യുന്നത്. ടെറർ ത്രെറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ആണെന്നുണ്ടെങ്കിലും ജിയോ പൊളിറ്റിക്കൽ റൈവലറീസ് ആണെന്നുണ്ടെങ്കിലും ഏതായാലും ഫുൾ ടെൻഷനിലാണ്, ഫുൾ വേൾഡ് വൈഡ് ടെൻഷനാണ്. സോ ഈ ഒരു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ചൈനയുടെ ആ ഒരു എക്സ്പാൻഡിങ് നാവൽ റീച്ചും ഇന്ത്യ ചൈന റൈവലറി നമ്മൾ നോക്കി. അതേപോലെ തന്നെ സൗത്ത് ഏഷ്യയിലുള്ള വേറെ കൺട്രീസ് നമ്മൾ ബംഗ്ലാദേശ്, മ്യാൻമാർ, നേപ്പാൾ അവരുടെ ആ ഒരു ഇന്റേണൽ പൊളിറ്റിക്സും സോഷ്യൽ ടെർമോയിലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയി. പിന്നെ ചൈന തായ്വാൻ ടെൻഷൻസ്, അതേപോലെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഓക്കെ, പിന്നെ നമ്മൾ യൂറോപ്പിലെയും വെസ്റ്റ് ഏഷ്യയിലെയും പിന്നെ ബാക്കി കുറച്ച് റീജിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ന്യൂസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദ വേൾഡ് ഈസ് അണ്ടർഗോയിങ് എ ഫേസ് ഓഫ് ഇൻറ്റൻസ് ഡിസ്റപ്ഷൻ marked by geopolitical conflicts, leadership-driven instability, and rising terror threats. So the traditional power structures are weakening, giving way to a more fragmented and unpredictable global order. So navigating this new reality will demand stronger global cooperation and foresight. സോ നമ്മൾ ഈ ഒരു കൺക്ലൂഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു അല്ലേ. സോ ദ വേൾഡ് ഈസ് ഗോയിങ് ത്രൂ എ ടൈം ഓഫ് മേജർ ഡിസ്റപ്ഷൻസ് അല്ലേ. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്ട്സുകൾക്ക് പുറമെ അൺസ്റ്റേബിൾ ലീഡർഷിപ്പും അതേപോലെ ഗ്രോയിങ് ടെറർ ത്രെറ്റ്സും കാര്യങ്ങളൊക്കെ വളരെയധികം ഈ ഒരു എന്താ പറയുക വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ഓൾഡ് പവർ സ്ട്രക്ചേഴ്സ് ആർ ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് വി ആർ സീയിങ് എ മോർ ഫ്രാഗ്മെന്റഡ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഗ്ലോബൽ സിസ്റ്റം.
അപ്പോൾ ഈ ഒരു പുതിയൊരു വേൾഡിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രീസ് വിൽ നീഡ് ടു വർക്ക് ടുഗെദർ മോർ ആൻഡ് പ്ലാൻ എഹെഡ് കെയർഫുള്ളി. ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ കോൺഫ്ലിക്ട്സ്, ഇപ്പോൾ നമ്മൾ റഷ്യ യുക്രൈൻ വാറിനെ പറ്റിയിട്ട് പറഞ്ഞു. റഷ്യയുടെ ഇൻവേഷൻ ഓഫ് യുക്രൈൻ ഹാസ് കോസ് സിഗ്നിഫിക്കൻറ്റ് ഡിസ്റപ്ഷൻസ് ഇൻ യൂറോപ്പ്. അതേപോലെ ചൈന തായ്വാൻ ടെൻഷൻസ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ഡ്രിവൺ ഇൻസ്റ്റബിലിറ്റിയെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ട്രംപിൻ്റെ ആ ഒരു പ്രസിഡൻസി, ഈ ഒരു അമേരിക്ക ഫസ്റ്റ് പോളിസി ലെഡ് ടു സ്ട്രെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ട്രഡീഷണൽ അലൈസ് ആൻഡ് ഓൾ ലൈക്ക് യൂറോപ്യൻ യൂണിയൻ ആൻഡ് കോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഗ്ലോബൽ അൺസർട്ടനിറ്റീസ്. അതേപോലെ ആ ഒരു ടർക്കിയിലെ പൊളിറ്റിക്കൽ ക്രൈസിസ് നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ. ഒരു പ്രസിഡന്റ് എർഡോഗന്റെ ആ ഒരു പരിപാടി, അതായത് അറസ്റ്റ് ഓഫ് ഒപ്പോസിഷൻ ഫിഗേഴ്സ് അഹെഡ് ഓഫ് ഇലക്ഷൻസ് ഹാസ് ക്രിയേറ്റഡ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി within Turkey, making it harder for the countries to navigate challenges at home and abroad. അതേപോലെ ഈ ഒരു ടെറർ ത്രെറ്റ്സ്, അതായത് ഈ ഒരു ISIS സംഘടനകൾ അവർ പവറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു റിസർജൻസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു. എസ്പെഷ്യലി ഇൻ മൊസംബിക്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കൊളംഗോ. ISIS affiliates are re-emerging and carrying out attacks contributing to ഗ്ലോബൽ ഇൻസെക്യൂരിറ്റി. അതേപോലെ ഈ ഒരു സൗത്ത് ഏഷ്യയിലുള്ള ടെററിസ്റ്റ് അറ്റാക്ക്, എസ്പെഷ്യലി നമ്മുടെ പെഹൽഗാം അറ്റാക്ക്. അതേപോലെ വീക്കനിങ് ട്രഡീഷണൽ പവർ സ്ട്രക്ചേഴ്സ്, അതായത് US-ൻ്റെ ആ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റേണൽ പോളറൈസേഷൻ ആൻഡ് പോളിസീസ് ലൈക്ക് ട്രേഡ് വാർ അണ്ടർ ട്രംപ് ഹാവ് വീക്കൻഡ് അമേരിക്കാസ് ഗ്ലോബൽ ഇൻഫ്ലുവൻസ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഇറ്റ്സ് അലൈസ്. അതേപോലെ യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു ഇന്റേണൽ സ്ട്രഗിൾസും ചാലഞ്ചസ്, അവരുടെ എക്കണോമിക് ഇഷ്യൂസും പൊളിറ്റിക്കൽ ഡിവിഷൻസും. അതേപോലെ ദ ഹാൻഡ്ലിംഗ് ഓഫ് ദ റെഫ്യൂജി ക്രൈസിസ് ഹാവ് മെയ്ഡ് ഇറ്റ് ലെസ് കൊഹസീവ് ആൻഡ് ഇഫക്റ്റീവ് ഇൻ റെസ്പോണ്ടിങ് ടു ഗ്ലോബൽ ചാലഞ്ചസ്. പിന്നെ ഫ്രാഗ്മെന്റഡ് ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഗ്ലോബൽ ഓർഡർ, ചൈനയുടെ ആ ഒരു നേവൽ പവർ, ചൈനയുടെ ഗ്രോവിങ് നേവൽ പവറും. അതേപോലെ റീജിയണൽ ഫ്ലാഷ് പോയിന്റ്സ്, അതായത് കോൺഫ്ലിക്ട്സ് ഇൻ പ്ലേസസ് ലൈക്ക് സിറിയ, എത്യോപ്യ, മ്യാൻമാർ show how local tensions can spark wider instability, making it harder for the international community to maintain order. അതേപോലെ പിന്നീട് നമ്മളോട് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഗ്ലോബൽ കോർപ്പറേഷൻ്റെയും അതേപോലെ ആ ഒരു ലോങ് വിഷൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നമ്മളിവിടെ മനസ്സിലാക്കണം അല്ലേ. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് റീസെൻ്റ്ലി ഇറ്റ് ഈസ് ബീങ് ആക്സിലറേറ്റഡ്. അതേപോലെ ഗ്ലോബൽ കോർപ്പറേഷൻ ഈസ് നെസസറി ടു അഡ്രസ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് അല്ലേ. അതേപോലെ ഇപ്പോൾ COVID-19 വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ, സി ഹൗ ഇന്റർ കണക്റ്റഡ് ദ വേൾഡ് ഈസ് ആൻഡ് ഹൗ ഗ്ലോബൽ കോർപ്പറേഷൻ ഈസ് ക്രിട്ടിക്കൽ ടു മാനേജിങ് സച്ച് ക്രൈസിസ് ഇഫക്റ്റീവ്ലി. അപ്പോൾ ദീസ് എക്സാമ്പിൾ ഷോ ഹൗ വേൾഡ്സ് കോംപ്ലെക്സ് ചാലഞ്ചസ് റിക്വയർസ് എ ന്യൂ അപ്രോച്ച് focused on collaboration and foresight to avoid further instabilities. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് വേറൊരു ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.